ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ടംപൊരിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഉണ്ടംപൊരി നല്ല മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ള ബേക്കിംഗ് സോഡ ഇല്ലാത്തവർ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്താലും മതി. ഇനി ഞാൻ ഇതിനകത്തേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ചെറുജീരകം, 2 ഏലക്ക, പിന്നെ ഒരു ചെറിയ കഷ്ണം ചുക്ക്, ഇത്രയും കൂട്ടിയിട്ട് ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ, കാരണം നമ്മൾ പഴവും കൂടി ഒന്ന് ഇട്ടതിന് ശേഷം ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കത്തുള്ളൂ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ 2 ചെറുപഴമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ പഴം നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഞാനിവിടെ ഞാലിപ്പൂവൻ പഴമാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത് ഇതിനകത്ത്. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പഴവും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് സ്പൂൺ കൊണ്ടൊക്കെ മിക്സ് ചെയ്യുന്നേക്കാൾ നല്ലത് നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പഞ്ചസാരയുടെ കുറവുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ കൊണ്ട് കുഴയ്ക്കുമ്പോൾ ഭയങ്കര പാടാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കൈ കൊണ്ട് തന്നെ കുഴയ്ക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാ ഞാൻ ഇതൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഒരു റൗണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ടംപൊരി ശരിയാകത്തില്ല. അപ്പോൾ കുറച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വേണം നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഉണ്ടംപൊരിയുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. ഓൾറെഡി ഞാനിവിടെ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഒന്നെങ്കിൽ കൈ ഉപയോഗിച്ച് ഇതിനകത്തേക്ക് കോരി ഒഴിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കൈ ഉപയോഗിച്ച് ഇടാൻ അറിയാത്തവർ ഒരു സ്പൂണിനകത്ത് മാവ് കോരിയിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ ഇതേപോലെ എല്ലാം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. വറുത്ത് ഞാനൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കാം. ഷേപ്പൊന്നും കിട്ടിയില്ല എന്നോർത്തൊന്നും സങ്കടപ്പെടേണ്ട കേട്ടോ, നമുക്ക് ആ ടേസ്റ്റ് കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് പാത്രത്തിനകത്തേക്ക് ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഒത്തിരി ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ 4 മണിക്കത്തെ ചായക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ ടാറ്റാ ബൈ ബൈ.